പ്രിയമുള്ള സുഹൃത്തുക്കളെ, സിംസാറുൽ ഹക്ക് ഹുദവിയെ ഞാൻ എന്നും കേൾക്കാറുണ്ട് എന്ന് നിങ്ങളോട് പറഞ്ഞല്ലോ. ശനിയാഴ്ച അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ കണ്ടപ്പോൾ അതിൽ അദ്ദേഹം ഒരു പരാമർശം നടത്തുന്നുണ്ട്. അതായത് നബിയുടെ ഭാര്യ ആയിഷ അവർ പറഞ്ഞത് തന്നെക്കുറിച്ചുള്ള പരാമർശം ഖുർആനിലുണ്ട്. ഖിയാമത്ത് നാൾ വരെയുള്ള മുസ്ലിങ്ങൾ എന്നെക്കുറിച്ചുള്ള പരാമർശം ഓതിക്കൊണ്ടിരിക്കും. ഇത് കേട്ടപ്പോൾ എനിക്ക് ആ സംഭവം അറിയാമെങ്കിലും ഇങ്ങനെ ആയത്തു വരാൻ ഖുർആനിലുണ്ടായ സംഭവം ഒന്നുകൂടി സമഗ്രമായി അന്വേഷിക്കാൻ ഞാൻ തീരുമാനിക്കുകയും ഞാൻ കഴിഞ്ഞ 1-2 ദിവസങ്ങളായി അതിൻ്റെ പിറകെ നടന്ന് അവസാനം പാകിസ്ഥാനിയായ ഹാരിസ് സുൽത്താൻ എന്ന യുക്തിവാദി അദ്ദേഹത്തിൻ്റെ 16 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു വീഡിയോ കണ്ടു. അതിനെ ആധാരമാക്കിക്കൊണ്ട് ആ കഥ നിങ്ങളോട് വിവരിക്കുകയാണ് ഞാനിവിടെ ഇനി ചെയ്യാൻ പോകുന്നത്. അപ്പം ആയിഷ നബിയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ ഭാര്യയാണ്, സുന്ദരിയാണ്, നബിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭാര്യയാണ്. ഇതൊക്കെയാണെങ്കിൽ തന്നെയും അവരെക്കുറിച്ച് അപവാദ കഥകളുണ്ടായി. അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. എങ്ങനെ ആ കഥയുണ്ടായി, കഥയ്ക്ക് തുടർന്ന് എന്തൊക്കെ സംഭവിച്ചു, എങ്ങനെയാണ് അവരുടെ ഈ പരാമർശം ഖുർആനിൽ കടന്നു കയറിയത്, ഇതൊക്കെയാണ് കഥയുടെ ആധികാരികമായ മൂലഗ്രന്ഥത്തിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലുമ്പോൾ കിട്ടുന്ന കാര്യങ്ങൾ. നബി ഇസ്ലാം അപ്പോളജിസ്റ്റുകൾ പറയുന്നത് നബി അങ്ങോട്ട് ചെന്ന് യുദ്ധം ചെയ്യില്ല, ഇങ്ങോട്ടും വരുന്ന ആക്രമണങ്ങളെ ചെറുത്തു നിൽക്കാൻ വേണ്ടി ഒഫൻസീവായിട്ട് അങ്ങോട്ട് ചെയ്യില്ല എന്നാണ്. പക്ഷേ ഇവർ പറയുന്ന എല്ലാ കാര്യങ്ങൾക്കും വിരുദ്ധമായാണ് ഇവരുടെ ചരിത്ര പുസ്തകങ്ങൾ പറയുക. ഇവർ തന്നെ പറഞ്ഞു പരത്തുന്നതും ഇത്തരം വിരുദ്ധങ്ങളായ കഥകളാണ്. അങ്ങനെ ഒരു യുദ്ധത്തിലേക്ക് പോയപ്പോൾ ആ യുദ്ധത്തിൻ്റെ പേര് ബനു അൽ മുസ്തലിഖ്. ഇതൊരു പിടിച്ചെടുക്കൽ യുദ്ധമാണ്. പ്രദേശത്തെ കൊള്ളയടിച്ച് ഗനീമത്ത് മുതലുകൾ ചേർത്ത് ആ പ്രദേശത്തെ തൻ്റെ ഭരണത്തിൻ്റെ കീഴിൽ കൊണ്ടുവരുന്ന സാമ്രാജ്യത്വ വികസനം. അത് പിന്നെ ഒരു ലോക്കലായ സാമ്രാജ്യത്വം എന്ന് വേണമെങ്കിൽ. അങ്ങനെ പോകുന്ന വേളയിൽ നബി ഭാര്യമാരെ കൊണ്ടുപോകും. എന്താണ് ഈ യുദ്ധം? അതായത് കൊലപാതകം, പിടിച്ചെടുക്കൽ, ബലാത്സംഗം, അന്യായം, അക്രമം, എല്ലാത്തരം മനുഷ്യത്വരഹിതമായ കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ് യുദ്ധം. ആധുനിക മനുഷ്യൻ ഏറ്റവും വെറുക്കുന്നതുമാണ് യുദ്ധം. ഇപ്പം ഗാസ യുദ്ധമുണ്ട്, അതുപോലെ ഉക്രൈനിൽ യുദ്ധമുണ്ട്. ഉക്രൈനിലെയും ഗാസയിലെയും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ വെറുപ്പുള്ള ഒന്നാണ് യുദ്ധം. കാരണം അവരുടെ ജീവൻ വെച്ചുള്ള കളിയാണത്. ഇതിങ്ങനെയാണെങ്കിൽ പണ്ട് കാടൻ നിയമങ്ങൾ അടയ്ക്കുവാണിരുന്ന കാലഘട്ടത്തിൽ ഇങ്ങനെ തമ്പുരാക്കന്മാരും പ്രഭുക്കന്മാരും രാജാക്കന്മാരും പ്രവാചകന്മാരും ഒക്കെ പല കാരണങ്ങൾ കൊണ്ട് രാജ്യത്തെ വെട്ടിപ്പിടിക്കാൻ പോകുമ്പോൾ ഉണ്ടാകുന്ന മനുഷ്യരഹിതമായ കാര്യങ്ങളെക്കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കൂ. ആ വേളയിലൊക്കെ എന്തിനാണ് ഒരാൾ തൻ്റെ ഭാര്യയെ അങ്ങോട്ട് കൊണ്ടുപോകുന്നത്? സാധാരണഗതിയിൽ നബി അങ്ങനെ പലരെയും കൊണ്ടുപോകുമ്പോൾ ഈ ബനു മുസ്തലിക്കിൻ്റെ വേളയിൽ നറുക്കു വീണത് സുന്ദരിയും സുശീലയും ഏറ്റവും ഇഷ്ടപ്പെട്ട ആയിഷയ്ക്കായിരുന്നു. ഈ ആയിഷയ്ക്ക് അന്ന് 9 വയസ്സ് അല്ലെങ്കിൽ 19 വയസ്സ് എന്നാണ് പറയപ്പെടുന്നത്. വിവാഹം 6 വയസ്സിൽ, ദാമ്പത്യം കൂടൽ 9-ാം വയസ്സിൽ എന്നൊക്കെ പറയുന്നു. അതൊക്കെ കഥകം ഗാന്ധിജി, കസ്തൂർബ, ആ കാലയളവൊക്കെ അങ്ങനെയാണ്. അതൊന്നും നമ്മൾ കുറ്റം പറയുന്നില്ല. പക്ഷെ ഇതൊക്കെ മാതൃക എന്നൊക്കെ പറയുമ്പോഴാണ് നമുക്ക് പല ഭാഗത്തും ചൊറിയുന്നതും നമ്മൾ ചൊറിഞ്ഞു പുണ്ണാക്കുന്നത്. അതുകൊണ്ട് 9 അല്ലെങ്കിൽ 19 ഈ വയസ്സാണ്. ഇവർക്കാകെ 30 കിലോ ഭാരമേ ഉണ്ടായിരുന്നു.
ഇവരെ ഒരു ഹൗദ എന്ന് പറയുന്ന ഒരു ഒട്ടകപ്പുറത്തിരുത്താവുന്ന ഒരു പലക അല്ലെങ്കിൽ മഞ്ചം അതിലിരുത്തിയാണ് കൊണ്ടുപോയത്. യുദ്ധം കഴിഞ്ഞ് ആളുകളൊക്കെ തിരിച്ചു വരുന്ന വേളയിൽ ഈ മഞ്ചത്തിൽ ഇരുന്നു കൊണ്ട് ആയിഷയ്ക്ക് ഒന്ന് കക്കൂസിൽ പോകാൻ തോന്നി. അവര് ഇത് ചുമക്കാനായിട്ട് ചുമട്ടുകാർ 3 പേരുണ്ട്. ഇതെടുത്ത് ഒട്ടകത്തിന്റെ പുറത്ത് വയ്ക്കുക, ഒട്ടകത്തിൽ താഴെ ഇറക്കി വയ്ക്കുക എന്ന നിലയ്ക്കൊക്കെ 3 പേരുണ്ട്. അങ്ങനെ ആയിഷയ്ക്ക് കലശലായ കക്കൂസ് താല്പര്യമുണ്ടായപ്പോൾ അവര് താഴെ ഇറക്കി. ആയിഷ വിജനമായ പ്രദേശത്ത് പോയി കാര്യം സാധിച്ച് തിരിച്ചു വന്നു. കക്കൂസില്ല കേട്ടോ. കക്കൂസ് എന്ന സംഭവം മനുഷ്യൻ്റെ എന്താ പറയുക, പരിണാമദിശയിൽ എത്ര പരിണാമങ്ങൾക്ക് വിധേയമായാണ് കക്കൂസ് ഇന്ന് കാണുന്ന ഫ്ലഷ് ഔട്ട് ഉണ്ടായത്. വല്ലാത്തൊരു ചരിത്രമാണ് പരിണാമം. അതായത് കക്കൂസിൻ്റെ പരിണാമം പഠിക്കേണ്ട ഒരു പാഠമാണ്. എൻ്റെ ചെറുപ്രായത്തിൽ തിരുവിതാംകൂട് എന്ന പ്രദേശത്ത് ഞങ്ങളുടെ കക്കൂസ് എന്ന് പറയുന്നത് മറക്കുണ്ട് എന്ന്, മറഞ്ഞിരിക്കുന്ന കുണ്ട്, യഥാർത്ഥത്തിൽ ഒരു കുണ്ട് തന്നെയാണ്. കിണറുപോലെ തോണ്ടി അതിൻ്റെ മുകളിൽ ഒരു സ്ലാബ് ഇട്ട് അതിലൊരു ഹോളും 2 ഇഷ്ടിക പുറത്ത് വെച്ചിരിക്കും. അതിൽ ചവിട്ടിയിരുന്നാണ് സാധിക്കേണ്ടി വരും. മറക്കുട്ടത് ഒരു മഗ് വെള്ളവും കൊണ്ടുപോകും, ഒരു ചെമ്പെന്ന് പറയും, അതിൽ കൊണ്ടുപോകുന്നതാണ് എൻ്റെ കുട്ടിക്കാലത്തെ കക്കൂസ്. മറ്റൊരു ഓർമ്മയുണ്ട് കക്കൂസിനെ കുറിച്ച്. കൊല്ലത്ത് എൻ്റെ ഫാദറിന് ചാമക്കടയിൽ പാത്രക്കടയുണ്ടായിരുന്നു. അവിടുത്തെ കക്കൂസ് എന്തെന്ന് ചോദിച്ചാൽ ജോനകപ്പുറത്താണ് ഞങ്ങൾ താമസിച്ചത്. MK ഹാജിയാർ ലൈൻ എന്ന് പറഞ്ഞു ഒരു 10-14 വീടുകൾ നിരന്നിരിക്കുന്ന വാടക കൊടുക്കുന്ന ഒരു വീട്ടിലാണ് ഞങ്ങൾ താമസിച്ചിരുന്നത്. അവരെ ഈ ഇടുപ്പ് കക്കൂസ് എന്ന് പറയും. അതായത് രാവിലെ തോട്ടി എന്ന് പറയപ്പെടുന്ന ആളുകൾ, അങ്ങനെയൊന്നും ആരെയും ഇപ്പം പറയാൻ പാടില്ല. അത്രത്തോളം നമ്മൾ സാംസ്കാരികമായി അങ്ങനെ ഒരു വിഭാഗമേ പാടില്ല എന്ന് നമ്മൾ തീരുമാനിച്ചു. എൻ്റെ ചെറുപ്പകാലത്ത് നിന്നും മനുഷ്യരെ ചേർത്ത് നിർത്താനുണ്ടായ മനുഷ്യൻ്റെ ബുദ്ധിപരമായ വികാസം. എത്ര മതമുണ്ടായാലും അജ്ഞൻ്റെ മലം ചുമക്കുന്ന ആളുകളുണ്ടായിരുന്നു. അവർ ബക്കറ്റുമായി വന്ന് ഇതിനെ മലത്തിനെ തോണ്ടി ബക്കറ്റിലിട്ട് മറ്റൊരു തൊട്ടിയിലേക്ക് മാറ്റും. QMC കൊയിലോൺ മുനിസിപ്പാലിറ്റി എന്നാണ് അതിൽ എഴുതിയിരിക്കുക. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഇത് കടന്നു പോകുമ്പോൾ ദുർഗന്ധം വമിക്കുന്നതായിരിക്കും. ആ സമയം എല്ലാവരും അകത്ത് കയറി പലരും കഥകടയ്ക്കൊക്കെ ചെയ്യും. അപ്പം അത് ഞാൻ പറഞ്ഞു വന്ന് കക്കൂസിൻ്റെ പരിണാമമാണ്. സാന്ദർഭികവശാൽ പറയുന്നേ ഉള്ളൂ. പോട്ടെ. അപ്പം ആയിഷ കക്കൂസിനെ പോയി കാര്യമൊക്കെ സാധിച്ച് തിരിച്ചു വന്ന് പല്ലക്കിൽ കയറിയപ്പോൾ തൻ്റെ മാല നഷ്ടപ്പെട്ട കാര്യം അവർ മനസ്സിലാക്കി. ഈ ഹൗദ ചുമക്കുന്ന ചുമട്ടുകാർക്ക് അകത്തിരിക്കുന്ന സ്ത്രീയെ നോക്കാൻ പാടില്ല. സ്ത്രീ നോക്കപ്പെടേണ്ടവളല്ല. അതിൻ്റെ ഏറ്റവും വലിയ ദുരിതമാണ് ഈ ഹദീദും ഈ കഥയും ഈ ഖുർആൻ വാക്യവും. അന്ന് ആ ചുമട്ടുകാർക്ക് ആയിഷയെ നോക്കാനുള്ള അധികാരമുണ്ടായിരുന്നെങ്കിൽ, അവകാശമുണ്ടായിരുന്നുവെങ്കിൽ ഇത് സംഭവിക്കില്ലായിരുന്നു. ഇവര് മാലയെ കണ്ടില്ല എന്ന് ചാടി ഇറങ്ങി വീണ്ടും മാലയെ അന്വേഷിക്കാൻ വെളിക്കിരുന്ന പ്രദേശത്ത് പോയി. അപ്പോൾ ഈ ഹൗദയെ പൊക്കി ഒട്ടകപ്പുറത്ത് വെച്ചു. 30 കിലോ ഭാരമുള്ള 30/3 10 കിലോ 10 കിലോ ഭാരമുണ്ടോ ഇല്ലേ അറിയാനൊക്കാത്ത രീതിയിൽ ഹൗദയുടെ ഭാരം കൂടുതലായതുകൊണ്ട് ഈ ഹൗദയും കൊണ്ട് ആയിഷയില്ലാതെ സംഘം മുന്നോട്ട് നീങ്ങി. ആയിഷ തിരിച്ചു വന്നു. മാലയെ അന്വേഷിച്ചു. മാല കിട്ടിയോ ഇല്ലയോ, എന്തായാലും ആയിഷ തിരിച്ചു വന്നു. മാല കിട്ടിയെന്നാണ് പറയപ്പെടുന്നത്. മാലക്കഥയൊക്കെ കള്ളക്കഥയെന്നും പറയപ്പെടുന്നുണ്ട് കേട്ടോ. ഈ മാല കളഞ്ഞ കഥയൊക്കെ കള്ളക്കഥയോ അതൊക്കെ പലരും പല അപവാദ പ്രഭുക്കന്മാരും പറഞ്ഞു പരത്തുന്നുണ്ട്. അതൊന്നും നമുക്കറിയില്ലല്ലോ. ഈ 1400 വർഷം മുമ്പ് മാല കളയുന്നത് നമ്മെ ബാധിക്കുന്ന കാര്യമേ അല്ല. മാല കളയട്ടെ, മാല കിട്ടട്ടെ, മാല കിട്ടാണ്ടിരിക്കട്ടെ, മാല കിട്ടിക്കൊണ്ടേയിരിക്കട്ടെ, അതൊന്നും നമുക്ക് വിഷയമേ അല്ല. ആയിഷയെക്കുറിച്ച് അപവാദം പറയൽ, ആയിഷ മോശമാണോ നല്ലതാണോ, എന്ത്? 1400 വർഷങ്ങൾക്ക് മുമ്പ് എത്രയോ സ്ത്രീകൾ മരിച്ചു പോയി ജീവിച്ച്. അതിലൊന്നാണ് ആയിഷ. അവരുടെ ചാരിത്രം, അവരുടെ മാല, അവരുടെ നഷ്ടം, അവരുടെ പോക്ക് വരവ്
ഒന്നും നമ്മെ ബാധിക്കുന്ന കാര്യമില്ലെങ്കിലും സമ്പുഷ്ടവും മാറ്റാൻ പറ്റാത്തതും എല്ലാം അടങ്ങുന്നതുമായ ഖുർആനിൽ ഇതുണ്ട് എന്ന് പറയുമ്പോഴുള്ള ഒരു എന്താ പറയുക, ഒരു ചേർക്കേണ്ടത് ചേർക്കുമ്പടി ചേർക്കുക എന്ന് പറഞ്ഞ് ഞാൻ വിടുകയാണ്. അല്ലാതെ ഞാൻ എന്നാ പറയാനാണ് സുഹൃത്തെ. അപ്പം ആയിഷ തിരിച്ചു വന്നപ്പം ഒട്ടകമൊക്കെ പോയി കഴിഞ്ഞ് ആരുമില്ല. ആയിഷ ബുദ്ധിമതിയാണ്. ഇപ്പം ആയിഷയെക്കുറിച്ച് 2 വാക്ക് പറഞ്ഞിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. ആയിഷ ബുദ്ധിമതിയാണ്. അതുകൊണ്ട് തന്നെ അവര് ആരെങ്കിലും വരുമെന്ന് കാത്തിരുന്നു. ആയിഷ നബിയുടെ എല്ലാ ഹദീസുകൾ, എല്ലാം എന്നല്ല, പല ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തയാളാണ്. നല്ല ഓർമ്മശക്തിയുള്ള സ്ത്രീയാണ്. മാത്രമല്ല അവര് നബിയുടെ കാലശേഷം അന്നത്തെ രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെട്ട് നബിയുടെ മരുമകനായ, അപ്പൊ ഇവർക്ക് മരുമകനല്ലേ, അലിയോട് യുദ്ധം ചെയ്ത ആളാണ്. ജബൽ യുദ്ധം, ഒരു യുദ്ധം നയിച്ച ഒരു സ്ത്രീയാണ്. പിന്നീടുണ്ടായ എല്ലാ രാഷ്ട്രീയ സംഭവ വികാസങ്ങളും, അതായത് ഉസ്മാന്റെ മരണത്തിൽ വരെ അവര് ഇടപെട്ടു. അങ്ങനെ എല്ലാ കാര്യത്തിലും ഇടപെടുന്ന സജീവ സാന്നിധ്യം ഉണ്ടായിരുന്ന ഹദീസുകൾ റിപ്പോർട്ടുകൾ ചെയ്തപ്പെട്ട ഹദീസുകൾ കള്ളത്തരം. അബൂ ഹുറൈറയെ കുറിച്ച് ഇവർ പറയുന്നുണ്ട്, അയാൾ പറയുന്നതിൽ പലതും കള്ളമെന്ന്. അങ്ങനെയൊന്നും ഞാൻ കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല, മനസ്സിലാക്കിയിട്ടില്ല. പക്ഷെ ആധികാരികമായി ആയിഷയ്ക്ക് പലതും പറയാൻ സാധിക്കും. കാര്യം ആയിഷ മുഹമ്മദ് നബിയുടെ നിഴലുപോലെ അദ്ദേഹം കൊണ്ടു നടക്കുകയോ കൂടെ നടക്കുകയോ ചെയ്ത ആളാണ്. അതുകൊണ്ട് ആയിഷ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞിട്ടുള്ള കഥകളൊക്കെ വാസ്തവമായിരിക്കാം എന്ന് നമുക്ക് തീരുമാനിക്കാം. അങ്ങനെയല്ലേ നമുക്ക് തീരുമാനിക്കാൻ പറ്റൂ. അവര് പറയുന്നത് നടന്നു, ഇങ്ങനെ തന്നെയാണ്, ഇതിലപ്പുറം ഒന്നുമില്ല എന്ന് നമുക്ക് പറയാൻ തെളിവുകളില്ല. 1400 വർഷം മുമ്പ് ഇതുപോലെ ഇരുന്ന് പറഞ്ഞ് രേഖപ്പെടുത്തി യൂട്യൂബിൽ ഇടാനുള്ള സംവിധാനമൊന്നും റബ്ബുൽ ജല്ല ജലൈലാനി, അങ്ങനെയൊക്കെ ആണെന്ന് തോന്നുന്നു വാക്ക് കേട്ടോ. എന്തായാലും അദ്ദേഹം ഇതൊന്നും നബിക്കോ അനുയായികൾക്കോ ഒന്നും കൊടുത്തില്ല. പേനയും പേപ്പറും പോലും ഇല്ലായിരുന്നു എഴുതി വെക്കാനായിട്ട്. ഈ ആട് തിന്നുപോയി എന്നൊക്കെ പറയുന്നത് ഓലയിൽ എഴുതുന്നുണ്ട്. ആട് തിന്നാൻ പാകത്തിലുള്ള ഓലയിൽ എഴുത്താണി കൊണ്ട് എഴുതുന്നത് കൊണ്ടാണ് ഇത് തിന്നുപോകുന്നത്. അത്രയേ ഉള്ളൂ. പേപ്പറില്ല, പേനയില്ല, പെൻസിലില്ല, മഷിയില്ല, ഒരു കല്ലക്കോലും ഇല്ല, ചുരുക്കി പറയുകയാണെങ്കിൽ. അങ്ങനെയുള്ള ഒരു കാലഘട്ടമാണ്. അതിനെക്കുറിച്ചാണ് പോരിശ പാടി മാലപ്പാട്ടുകൾ പാടിയൊക്കെ ഡാഷ് ആഘോഷിക്കുന്നത്. എന്തായാലും കഥയിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ ആയിഷ വിചാരിച്ചു ഇനി ആരെങ്കിലും ഈ വഴിക്ക് വരും. അപ്പം യുദ്ധം കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പേരും പൊയ്ക്കഴിഞ്ഞാൽ അവസാനം ഒരാൾ നടന്നു എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് സംരംഭിക്കാൻ സംരംഭകൻ. അങ്ങനെ വന്നപ്പോൾ ആയിഷയെ ഇദ്ദേഹം കണ്ടു. ആയിഷ ഫർദയിലാണ്. മറ്റേ പൊക്കൽക്കാർക്ക്, ഹൗദ പൊക്കികൾക്ക് ഇവരെ കാണാൻ പറ്റില്ല. പക്ഷേ ഈ വന്ന ആളുടെ പേര് എന്താ? അത് അദ്ദേഹത്തിന്റെ പേര് സഫ്വാൻ ആയിഷയെ ഫർദയ്ക്ക് മുമ്പ് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഫർദ ഇട്ടിരിക്കുന്ന സ്ത്രീ അല്ലെങ്കിൽ പെൺകുട്ടി നബിയുടെ ഭാര്യ ആയിഷ എന്ന് സഫ്വാന് മനസ്സിലാക്കിയിട്ട് സഫ്വാൻ എന്ത് ചെയ്തു? താൻ വന്ന ഒട്ടകപ്പുറത്ത് താഴെ ഇറങ്ങിയിട്ട് ആയിഷയെ ഒട്ടകപ്പുറത്ത് കയറ്റി. ആയിഷ ഒട്ടകത്തിലും സഫ്വാൻ നടന്ന് ക്യാമ്പിലേക്ക് തിരിച്ചെത്തി. ഇതാണ് നടന്ന കഥ. ഈ കഥയ്ക്കകത്ത് ട്വിസ്റ്റ് വരുന്നത്, ആയിഷ വന്നിട്ട് അവർക്ക് അസുഖമാണ്. ആയിഷയ്ക്ക് പലപ്പോഴും അസുഖം വരും. അന്ന് അസുഖം സർവ്വസാധാരണമാണ്. നബി മരിക്കുന്നതിന് തലേ ദിവസം മുമ്പ് തലയിൽ ഇങ്ങനെ പിടിച്ചിട്ട് എനിക്ക് സഹിക്കാനൊക്കാത്ത തലവേദന എന്ന് പറഞ്ഞിട്ടാണ്. ഒരു അൾട്രാജിൻ, ഒരു ആസ്പിരിൻ കഴിച്ചാൽ തീരാവുന്ന കേസേ ഉള്ളൂ ഇന്ന്. നബി സർവ്വ പ്രപഞ്ചവും സൃഷ്ടിക്കുന്ന ഇദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ് പോലും. ഒരു അൾട്രാജിനോ ഒരു ആസ്പിരിനോ ഒരു ക്രോസിനോ ഇല്ലാത്ത ഒരു പഴഞ്ചൻ കാലഘട്ടം, പാവം കാലഘട്ടം. നമുക്ക് സഹതാപം തോന്നുന്ന, അന്ന് നമ്മൾ ജനിക്കാത്തതിൽ സന്തോഷം തോന്നുന്ന ഒരു കാലഘട്ടം. അങ്ങനെയാണ് നമ്മൾ. ഇന്നത്തെ കാലഘട്ടത്തെക്കുറിച്ച് എൻ്റെ വരും തലമുറ പറയും, മുഹമ്മദ് ഖാനൊക്കെ ഉണ്ടായിരുന്നു ചെറിയ മൊബൈലൊക്കെ വെച്ച് പിടിച്ച് ഒരു പഴഞ്ചൻ കാലഘട്ടം എന്ന് പറയത്തക്ക രീതിയിൽ ആധുനികത പറന്നു പോട്ടെ. അപ്പം ആയിഷയ്ക്ക് അസുഖമായാൽ നബിക്ക് സഹിക്കില്ല.
പരിചരിക്കാൻ സദാ ജാഗരൂകനായി അടുത്തുണ്ടാവും. പക്ഷേ ഇപ്രാവശ്യം അദ്ദേഹം ആയിഷയെ തിരിഞ്ഞു നോക്കിയില്ല. ആയിഷയ്ക്ക് സംശയം, നബിക്ക് എന്തു പറ്റി? എൻ്റെ സഹ ഭർത്താവ് എന്നെ എന്ത് ശ്രദ്ധിക്കുന്നില്ലഹോ എന്നൊക്കെ ചിന്താവിഷ്ടയായ ആയിഷയുടെ ഉമ്മ വന്നു, പരിചരിച്ചു. അപ്പം നബി വന്നു നോക്കി, എങ്ങനെയുണ്ട് എന്ന് മാത്രം ചോദിച്ചു. അങ്ങനെയൊന്നും ചോദിക്കുന്ന ആളല്ല, അടുത്തൊന്നും മാറില്ല. അപ്പം ആയിഷയും ഉമ്മയും പറഞ്ഞു, ഞങ്ങൾ വീട്ടിൽ പൊയ്ക്കോട്ടെ. അവിടെ പോകുമ്പോഴത്തേക്കും ആയിഷയെ പരിചരിക്കാൻ ഇഷ്ടം പോലെ ചെയ്തോ. അങ്ങനെ വിടുന്ന ആളല്ല, വിട്ടു. അപ്പം എന്താണ് നബിക്ക് ഇങ്ങനെ തോന്നാൻ കാരണം? ഈ സഫ്വാനുമായി ഒരു രാത്രി ആയിഷ കഴിച്ചു കൂട്ടിയതിൽ, ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്തതാകാം, യാത്ര ചെയ്യാണ്ടിരുന്നതാകാം, കള്ളക്കഥയായിരിക്കാം. സഫ്വാനെ, അതായത് വളരെ പ്രായവ്യത്യാസമുള്ള, ഏകദേശം വൃദ്ധനായ, ഇപ്പൊ ഞാൻ വൃദ്ധനാണെങ്കിൽ നബിയും വൃദ്ധനാണ്. എനിക്ക് 67, ഞാനൊരു വൃദ്ധനാണ്. നബിക്ക് 63. അപ്പൊ അദ്ദേഹവും വൃദ്ധ പട്ടികയിൽ. പക്ഷെ അന്നായിരുന്നു. ഇന്നിപ്പം ഇതിനകത്ത് ഒരുപാട് മരുന്നൊക്കെ കയറിയിട്ടുണ്ട്. ഇതൊക്കെ ഷുഗറൊക്കെ പിടിച്ച് ഇങ്ങനെ കെട്ടിവെച്ചിരിക്കുകയാണ് ഞങ്ങൾക്ക് ഒരുപാട് മരുന്നുണ്ട്. അത് അൾട്രാജിൻ മാത്രമല്ല, 12,000 രൂപയുടെ മരുന്ന് മാസം തോറും വേണ്ടി വരുന്ന ഒരാളാണ്. ഡയബറ്റിക്കിനും മാത്രം, മറ്റു രോഗങ്ങൾക്ക് വേറെ പലതുണ്ട്. പോട്ടെ. അപ്പം നബി ഇങ്ങനെ അകൽച്ച തോന്നിയപ്പോൾ ഈ സഫ്വാനുമായിട്ടുള്ള യാത്രയെക്കുറിച്ച് പലരും അപവാദങ്ങൾ പറഞ്ഞു. അഡൾട്ടറി, അതായത് എന്താ പറയുക, വിവാഹേതര ബന്ധത്തിൽ ആയിഷ ഏർപ്പെട്ടു എന്നാണ് പ്രചണ്ഡ പ്രചാരം. ആരാ പ്രചരിപ്പിച്ചത്? ജൂതന്മാരാണോ? അല്ല. ഖുറൈശികളുടെ ശത്രുക്കളാണോ? അല്ലേ? അല്ല. പിന്നെ ആരാണ്? സഹാബാക്കൾ തന്നെയാണ്. അതും വേണ്ടപ്പെട്ട ബന്ധുക്കളായ സഹാബാക്കൾ തന്നെയാണ് അത് പ്രചരിപ്പിച്ചത്. ഈ പ്രചരിപ്പിച്ചതിൽ നബിക്ക് സന്ദേഹമുണ്ടായി. അതാണ് ഇവിടുത്തെ പ്രധാനമായ പോയിന്റ്. അപവാദങ്ങൾക്ക് പലതും ഉണ്ടാകും, നിസ്സാരമായി തള്ളിക്കളയും നമ്മൾ. വൃദ്ധനായ ഒരു ഭർത്താവ്, വളരെ ചെറുപ്പക്കാരിയായ, ബാല്യം പിന്നിട്ടിട്ടില്ലാത്ത, അല്ലെങ്കിൽ കൗമാരം പിന്നിട്ടിട്ടല്ല യുവതി, അല്ലെങ്കിൽ അവര് യുവതിയായ, ചെറുപ്പക്കാരിയായ, യൗവനയുക്തയായ, ദാമ്പത്യത്തിൽ താല്പര്യം വേണ്ടപ്പെട്ട രീതിയിൽ ജനിക്കുന്നില്ലെങ്കിൽ സ്വാഭാവികമായി അഡൾട്ടറി ഉണ്ടാകും. അത് തെറ്റാണോ? ഒന്ന്, നബിക്ക് ഒന്നിലധികം ഭാര്യമാരെ വെപ്പാട്ടി സകലമാന രീതിയിലും ആ സൗഭാഗ്യം കരിഞ്ഞരളി ദൈവം നൽകിയിട്ടുണ്ട് അദ്ദേഹത്തിന്. ഒരു ഹദീസ് ഞാൻ കേട്ടു, ഒരു ഉസ്താദ് പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടു. അങ്ങനെ ഒരു ദമ്പതി നടന്നു പോകുന്നു, നബി കണ്ടു, അവളെ ഇഷ്ടപ്പെട്ടു. ഭർത്താവ് ആദ്യം ചെയ്യേണ്ട കാര്യം അവളെ മൊഴി ചൊല്ലിയിട്ട് ഇവളെ അദ്ദേഹത്തിന് കെട്ടിച്ചു കൊടുക്കുക എന്നൊരു ഉസ്താദ് പറയുന്നു. ഇതാണ് നബിയുടെ സൈഡ്. ഇപ്പുറത്ത് ആയിഷയ്ക്കോ നഹി ഹേ. അറിയാവുന്ന ഒറ്റ വാക്ക് ഹിന്ദിയിൽ നഹി ഹേ എന്നാണ്. നഹി, ഒന്നും പാടില്ല. അവർക്ക് പാടുണ്ടോ? ആ ഒരു കണക്ക് വെച്ചിട്ട് പാടുണ്ട്. കയറ്റവും ഇറക്കവും വേണോ? പുരുഷൻ സ്ത്രീ എന്ന വ്യത്യാസം, സ്ത്രീക്ക് അവകാശമില്ലായ്മയും പുരുഷൻ അവകാശമുള്ള രീതിയാണെങ്കിൽ ആയിഷയ്ക്കുമാകാം. ആയിഷ ചെയ്തത് തെറ്റിയല്ല. അഡൽട്ടറി നടന്നിട്ടുണ്ടെങ്കിൽ 100% ആയിഷയുടെ ഭാഗത്താണ് മുഹമ്മദ് ഖാൻ. കാരണം ഇപ്പുറത്ത് അങ്ങനെ അല്ലല്ലോ. നബിക്ക് എന്തുമാകാം, ആയിഷയ്ക്ക് ഒന്നും പാടില്ല എന്നൊക്കെ പറഞ്ഞത് അങ്ങ് ജുമയിൽ ചെന്ന് പറഞ്ഞാൽ മതി. മിമ്പറിൽ കയറി പറയാൻ കൊള്ളാവുന്ന ഒരു വർത്തമാനമാണ് എന്തായാലും. അപ്പം ഞങ്ങൾ പൊയ്ക്കോ എന്ന് പറഞ്ഞു. ഈ പറഞ്ഞ കഥയിൽ, ഈ അപവാദ കഥയിൽ നബി വിശ്വസിച്ചു. എന്താ തെളിവ്? നബി ഇങ്ങനെ പല സഹാബാക്കളോടും ഇതുമായി അന്വേഷണം നടത്തി. അന്വേഷിച്ച് അവസാനം അലി, അദ്ദേഹത്തിൻ്റെ വളർത്തുമകൻ, അനിയൻ, മരുമകൻ ഒക്കെ ആയിട്ടുള്ള 4ാമത്തെ ഖലീഫയായ അലിയോട് ചോദിച്ചു, അലി, ആയിഷയെക്കുറിച്ച് ഇങ്ങനെയൊക്കെ വർത്തമാനമുണ്ട്, നമുക്ക് എന്ത് ചെയ്യാം? നബിയെ, താങ്കൾ നബിയാണ്, അള്ളാഹുവിൻ്റെ നബിയാണ്. താങ്കൾക്ക്
ഇഷ്ടം പോലെ സ്ത്രീകൾ വേറെയുണ്ട്, സുന്ദരികളും തരുണീമണികളുമായ ഒരുപാട് സ്ത്രീകളെ എത്ര വേണമെങ്കിലും വിവാഹം ചെയ്യാനായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല താങ്കൾക്ക് സർട്ടിഫിക്കറ്റ് എഴുതി വീട്ടിൽ കെട്ടിത്തൂക്കിയിട്ടുണ്ടല്ലോ. പണ്ട് താങ്കൾ ഒരു കുളിസീൻ കണ്ടപ്പോഴത്തേക്കും ഒരു പെണ്ണിനെ താങ്കൾക്ക് അള്ളാഹു തന്നെ നിക്കാഹ് ചെയ്തെന്നതാണല്ലോ. അതുകൊണ്ട് ലീവ് ഹർ, ഉപേക്ഷിക്കൂ. എന്നിട്ട് അലി എന്ത് ചെയ്യുന്നറിയാമോ? ഈ ആയിഷയുമായിട്ടുള്ള അഡൽട്ടറി തെളിയിക്കാനായിട്ട് ആയിഷയോടൊപ്പം ഉണ്ടായിരുന്ന എന്താ പറയുക, സ്ലേവ് ഗേൾ, അടിമ സ്ത്രീ കണ്ടമാനം മർദ്ദിച്ചു, അടിച്ചവശയാക്കി. ഇവിടെ പ്രസക്തമായി ചോദിക്കേണ്ട ചോദ്യം, ഇസ്ലാമിസ്റ്റുകൾ പൊതുവെ പറയാറുള്ള കാര്യം, ഞങ്ങൾ അടിമകളോട് മാന്യമായി പെരുമാറിയിട്ടുണ്ട്. ഉടമ കഴിക്കുന്നത് അടിമയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് കഴിക്കും. അടിമയ്ക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം, തടസ്സമില്ല. അപ്പം അലി മറ്റൊരു അവകാശം കൂടെ എടുത്തു, ഭാര്യമാരെ തല്ലാം, അതുപോലെ അടിമയെയും തല്ലാം. എങ്ങനെ? അവശയാകുന്നതുവരെ തല്ലാം. തല്ലി തല്ലി പറയൂ പെണ്ണെ, സംഭവിച്ചത് പറയൂ. അവള് പറഞ്ഞു, എനിക്കൊന്നും അറിയില്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ആയിഷ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ ധാരണ. ഇത് നബി കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ അടിക്കുമ്പോൾ അലിയെ വിലക്കാൻ നബി തയ്യാറായില്ല. കാരണം നബിക്ക് സംശയമുണ്ട്, ഈ അടിമ എന്തെങ്കിലും പറയുമോ എന്നുള്ള ദാഹം, മോഹം, അറിയാനുള്ള വാഞ്ച നബിക്കുണ്ടായിരുന്നു. ചുരുക്കി പറയുകയാണെങ്കിൽ, സംഗതി ചുരുക്കാം, 21 മിനിറ്റായി. അപ്പം നബി എന്ത് ചെയ്തു? ആയിഷയുടെ അടുത്ത് പോയി. ആയിഷ കരഞ്ഞു കരഞ്ഞു തകർന്ന് തരയിപ്പണമായിരിക്കുകയാണ്. ആയിഷയോട് നബി പിണങ്ങാനൊന്നും പോയില്ല. ഇതിനകത്ത് മറ്റു പ്രധാനമായ ഒരു കാര്യം, ഇങ്ങനെ അപവാദം ഉണ്ടാകുകയാണെങ്കിൽ നാട്ടു നടപ്പനുസരിച്ച് അത് പഴി ഭർത്താവിന് വന്ന് ചേരും. എങ്ങനെയാ? ഇയാൾ പൗരുഷമില്ലാത്തവൻ, ഇയാളുടെ കഴിവുകേടുകൊണ്ടാണ് അവള് മറ്റു പുരുഷന്മാരെ തേടിപ്പോയത്. തൻ്റെ മാൻഹുഡ്, പൗരുഷം ചോദ്യപ്പെടുന്നു. ഇത് നബി വല്ലാതെ പ്രയാസപ്പെടുത്തും. നബി അസ്വസ്ഥനാണ്. 1 മാസക്കാലമാണ് ഈ സംഭവം നീണ്ടുപോയത്. ഈ മാല കളഞ്ഞത് മുതൽ ഈ ഹദീസ്, ഈ ആയത്ത് ഇറങ്ങുന്നത് വരെ ഏകദേശം 1 മാസക്കാലം നബി തൻ്റെ ഇഷ്ട കാമുകിയെ, ഭാര്യയെ അങ്ങേയറ്റം അകറ്റി നിർത്തി. അപ്പം ആയിഷ കരഞ്ഞു തളർന്നുകൊണ്ട് നബി ചെന്നപ്പോൾ നബിയുടെ മുമ്പിൽ നിന്ന് ആയിഷ പറഞ്ഞു, അള്ളാഹു ഇതിനൊരു തീരുമാനമുണ്ടാക്കും. അപ്പം നബിക്ക് സംശയമുണ്ട്. മറ്റൊരു കാര്യം, തൻ്റെ മാൻഹുഡ്, പൗരുഷം ചോദ്യം ചെയ്യപ്പെടുകയാണ്. എത്രയോ കുതിരശക്തിയുള്ള ആളാണ് നബി. അദ്ദേഹത്തിൻ്റെ മാൻഹുഡിനെയാണ് ജൂതന്മാരല്ല സഹാബാക്കൾ പുച്ഛിച്ചു പരമാനന്ദത്തിൽ അടയുന്നത്. സഹിക്കുവോ മാലോകരെ ഇത്തരം വർത്തമാനങ്ങൾ ഞങ്ങൾ. ഉടനെ അള്ളാഹു കെട്ടിയിറക്കി ആയത്ത്. നബി വിളിച്ചുകൂവി, ആയിഷയെ സന്തോഷ വാർത്ത വന്നിരിക്കുന്നു, നീ ചരിത്രവതിയാണ്. അപ്പം പെണ്ണിന്റെ ചാരിത്രത്തിന് സാക്ഷി വഹിക്കാൻ അള്ളാഹു ലോകത്ത് ഒരൊറ്റ പ്രാവശ്യമേ ആയത്തിറക്കിയിട്ടുള്ളൂ. അത് ആയിഷയ്ക്ക് വേണ്ടി. ആരാ ഈ ആയിഷ? നബിയുടെ ഭാര്യ. എന്താണ് കാര്യം? നബിയുടെ മാൻഹുഡ്, പൗരുഷം ചോദ്യം ചെയ്യപ്പെടുകയാണ്. എങ്ങനെ രക്ഷപ്പെടുത്താതിരിക്കും? അള്ളാഹുവിന് ഉറക്കം വരുമോ? ഉറക്കം വരാത്ത രാവുകൾ. അങ്ങനെ കഥ അവിടം വെച്ച് തീരുകയാണ്. അങ്ങനെയാണ് ആയിഷ പറഞ്ഞ അവരെക്കുറിച്ചുള്ള പരാമർശം ഇനി വരാൻ പോകുന്ന സന്തതി പരമ്പരകളിലെ മുസ്ലിങ്ങൾ വരെ ഓതി ഓതി പാടി പുകഴ്ത്തി മുന്നോട്ട് പോകുന്നതെങ്കിൽ, ഇതിൽ ആരൊക്കെയാണ് ഈ അപവാദം പരത്തിയതെന്ന് ചോദിച്ചാൽ, അബ്ദുല്ല ബിൻ ഉബൈദ്, മിസ്താഖ്, ഹംനാദ് ബിൻ ജയ്ഷ്. ഈ ഹംനാദ് ബിൻ ജയ്ഷാണ് നമ്മുടെ കുളിസീനിൽ അള്ളാഹു നിക്കാഹ് ചെയ്തു കൊടുത്ത പെണ്ണിൻ്റെ സഹോദരൻ.
അപ്പൊ അയാൾക്കൊരു എന്താ പറയുക, ഒരു വിരോധം തോന്നാനുള്ള കാരണമൊക്കെ അവിടെ കറക്റ്റായിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ, മറ്റൊരു കഥയിലേക്ക് വന്നിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം, മറ്റൊരു സംഭവത്തിലേക്ക്. അപ്പം ഈ നബി അലിയോട് ചോദിച്ചപ്പം അലി ഇങ്ങനെയൊക്കെ പറഞ്ഞത് ആയിഷ അറിഞ്ഞിരിക്കാം. എൻ്റെ ഒരു വായനയാണേ, എനിക്കും വായിക്കാമല്ലോ. പലർക്കും പല രീതിയിലൊക്കെ വായിക്കാമെങ്കിലും ഞാനും ഒന്ന് വായിച്ചോട്ടെ ഈ വീണ സംഗതിയിൽ. അപ്പം ആയിഷയും അലിയും തമ്മിലുള്ള വൈര്യത്തിന്റെ കാരണങ്ങളിൽ ഒന്ന് നബിയോട് അലി ഉപദേശിച്ച ഈ ഉപദേശമായിക്കൂടെ? ഒന്ന്, എല്ലാമല്ല, പല കാരണങ്ങളിൽ ഒന്ന്. എങ്ങനെ? നിങ്ങൾ നബിയല്ലേ, ഒരുപാട് പെണ്ണ് സുന്ദരികൾ ഉള്ളപ്പം ഈ ഒരു പെണ്ണിന് പോകാൻ പറ, ലെറ്റ് ഹർ ഗോ എന്ന് പറഞ്ഞപ്പോൾ ആയിഷ എങ്ങനെ സഹിക്കുന്നത്? ആയിഷയ്ക്ക് നഷ്ടമല്ലേ? ആ ഒരു വൈര്യം മനസ്സിൽ കൊണ്ടാണോ ഇത് ജബൽ യുദ്ധത്തിലേക്ക് നീങ്ങിയത് എന്നൊരു സംശയം അങ്ങ് ഞാൻ പ്രകടിപ്പിച്ചങ്ങ് അവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പം തിരിച്ചു വരാൻ നമുക്ക് ആരൊക്കെയാണ് പറഞ്ഞത്? അബ്ദുല്ല ബിൻ ഉബൈദ്, മിസ്താഖ്, ഹംനാദ് ബിൻ ജയ്ഷ്, സൈനബ് ബിൻ ജയ്ഷിന്റെ സഹോദരൻ. അങ്ങനെ ഒരു ലിങ്ക് ഇവിടെയുണ്ട്. അപ്പം ഇവരെ എന്ത് ചെയ്യാം? 80 ചാട്ടവാറടിക്ക് വിധിച്ചു. അതായത് പണ്ട് തിരുവനന്തപുരത്ത് രാജഭരണകാലത്ത് പുത്തിരിക്കണ്ട എന്നൊരു പ്രദേശമുണ്ട്, ഇപ്പോഴും ഉണ്ട് അത്, പക്ഷെ മൈതാനമാണ്, അലങ്കൃതമായ നായനാർ പാർക്ക് ഉൾപ്പെടെയുള്ള മൈതാനമാണ്. പണ്ട് എൻ്റെ ചെറുപ്പകാലങ്ങളിൽ വരെ അവിടെ അന്തി മയങ്ങിയാൽ വേശ്യാവൃത്തി നടക്കാറുണ്ട്. ഈ സുന്ദരിമണികൾ ചമഞ്ഞൊരുങ്ങി അവിടെ നിന്ന് കാശ് വാങ്ങിച്ച്. രാജഭരണകാലത്ത് ഇങ്ങനെ പരിപാടികൾ നടക്കുമ്പോൾ കണ്ടു നിൽക്കാൻ കാശില്ലാത്ത ബിരുദന്മാർ വരും. അത് നമ്മൾ ഈ ബ്ലൂ ഫിലിം കാണുന്നതിൻ്റെ ഒരു രസം പോലെ, ഒരു രസമല്ലേ അത്? അങ്ങനെ കണ്ടു നിന്ന ആളുകൾ, പോലീസ് വരും. ഈ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നവർ എണീറ്റ് ഓടിക്കളയും. കണ്ടു നിൽക്കുന്നവനെ പോലീസ് പിടിക്കും. അതിൽ ഒരുത്തൻ്റെ ആത്മകഥം ഞങ്ങളുടെ നാട്ടിൽ പാട്ടാണ്, തമിഴിലാണ്, ഒരു തമിഴനാണ് വന്ന് നോക്കിക്കൊണ്ടിരുന്നത്. എന്താ ആത്മകഥം? ഓത്തവനുക്ക് ഒന്നുമില്ല, ഈ പാത്തവനുക്ക് 10 പടം. പരിപാടി നടത്തിയവന് ഒന്നുമില്ല, അവനെ വെറുതെ വിട്ടു. നോക്കിക്കൊണ്ടിരുന്ന ഞാൻ 10 പടം ഖജനാവിലേക്ക് അടയ്ക്കണമെന്ന് പറഞ്ഞതുപോലെ അബ്ദുല്ല ബിൻ ഉബൈദ്, മിസ്ത, ഹംനാദ് ബിൻ ജയ്ഷ്, ഈ 3 പേർക്കും 80 ചാട്ടവാറടി വിധിക്കപ്പെട്ടു. ഈ ആയത്തിറങ്ങിയപ്പോൾ ഒരു ഭേദഗതി കൂടെ വരുത്തി. ഇവിടെ 3 പേരാണല്ലോ സാക്ഷി, പോരാ, 4 പേർ സാക്ഷി വേണം. 80 അടി. ആ ഒരു സമ്പ്രദായം നിങ്ങൾ നോക്കൂ. അതായത് ഒരു അഡൾട്ടറി, വിവാഹേതര ബന്ധം നടക്കുമ്പോൾ നടത്താൻ ഉദ്ദേശമുണ്ടെങ്കിൽ നിങ്ങൾ 4 പേരെ സാക്ഷിയാക്കുക. ഇതിൽ പരം അപഹാസ്യമായ ഒരു ദൈവത്തിൻ്റെ വചനം ഏതെങ്കിലും ദൈവത്തിന് പറയാനൊക്കുമോ എന്ന് ഒന്ന് വെല്ലുവിളിച്ചോട്ടെ. അതായത് അഡൾട്ടറി നടത്തുമ്പോൾ 4 സാക്ഷികളെ ഹാജരാക്കണം പോലും. ഈ തോണ്ടി കുളം തോണ്ടുക എന്ന് പറയില്ലേ, അതുപോലത്തെ കളിയായിപ്പോയി എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ള കാര്യം. അപ്പം എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പറഞ്ഞ് നമുക്ക് നിർത്താമെന്ന് തോന്നുന്നു. അപ്പം ഞാൻ പറഞ്ഞത് നമ്മുടെ പാകിസ്ഥാനിയായ ഹരിസ് സുൽത്താൻ്റെ അല്ലേ, ഹരിസ് സുൽത്താൻ ഒരു വർത്തമാനം പറയുന്നുണ്ട്. അലിയും ഉമറും ചട്ടമ്പിമാരായിരുന്നു. അബൂബക്കർ നബി ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ മാന്യനാണെങ്കിലും അദ്ദേഹം മരിച്ച് ഖലീഫ ആയതിനു ശേഷം വെട്ടിപ്പിടുത്തത്തിൻ്റെ രാജാവായി മാറിയെങ്കിലും ഉസ്മാൻ അഴിമതി വീരനെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഓക്കെ, അത് അവസാനം ഹാരിസ് സുൽത്താൻ പറഞ്ഞു വയ്ക്കുന്ന കാര്യം അദ്ദേഹം കണ്ട ഒരു ഡോക്യുമെൻ്ററി, യഥാർത്ഥ സംഭവത്തിൻ്റെ ഡോക്യുമെൻ്ററി. അഫ്ഗാനിസ്ഥാനിലോ മറ്റോ ആണ്, ഏതോ ഒരു മുസ്ലിം രാജ്യത്താണ്. 2 സ്ത്രീകൾ കുനിഞ്ഞിരിക്കുന്നു. അവർ ഫർദാധാരികളാണ്. തലയ്ക്ക് പിറകെ ഒരു തോക്ക് ചൂണ്ടിയിട്ടുണ്ട്. കാഞ്ചി വലിക്കപ്പെടുന്നു. ബ്രെയിനൊക്കെ ചിതറിപ്പോകുന്ന രീതിയിൽ അവർ മരണപ്പെട്ടു പോകുന്നു. ഒരു ശിക്ഷാ നടപടിയായിരുന്നു. എന്താ ശിക്ഷ? എന്താ തെറ്റ്? അഡൾട്ടറി.
വിവാഹേതര ബന്ധം. ഇവിടെ അള്ളാഹു അവരെ രക്ഷിക്കാൻ വന്നില്ല. അന്ന് ആയിഷയെ രക്ഷിച്ച അള്ളാഹു പിന്നീട് ഒരിക്കലും ഒരു സ്ത്രീയെയും രക്ഷിക്കാൻ വന്നില്ലെന്ന് മാത്രമല്ല, അങ്ങനെയൊക്കെ പറയണമെങ്കിൽ 4 പുരുഷന്മാർ അല്ലെങ്കിൽ 8 സ്ത്രീകൾ സാക്ഷിയാകേണ്ടി വരുമെങ്കിൽ ആയിഷയെക്കുറിച്ചുള്ള പരാമർശം മനുഷ്യരാശി അവസാനിക്കുവോളം അവർ ഓതിക്കൊണ്ടിരിക്കുമെന്ന് ഹൂങ്കോടെ, അഹങ്കാരത്തോടെ, ആവേശത്തോടെ, ആത്മാഭിമാനത്തോടെ ആയിഷ പറഞ്ഞത് അതിനേക്കാളും വീറും വാശിയും ചേർത്ത് സിംസാർ ഹക്ക് ഹുദവി നമ്മോട് പറയുമ്പോൾ സ്വയം ഒരു 80 അടി അടിച്ചങ്ങ് ചാകാൻ തോന്നുകയാണ്. മറ്റൊരു അധ്യായത്തിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.